ഹലോ മുത്തുകളെ, അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം മുനീർ മേടയിലാണ്. നല്ല അടിപൊളി മഴയും കാര്യങ്ങളൊക്കെയാണ്. എങ്കിലും നമ്മൾ പാക്ക് ചെയ്യുന്നതിന്റെ കാര്യം എന്തുവാ? കസ്റ്റമറിന് നമ്മളോടുള്ള വിശ്വാസം. കാരണം വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് ഓർഡർ ചെയ്തിട്ട് 3 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടുമെന്ന് കസ്റ്റമറിനുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഇത്ര മഴയായിട്ട് പോലും നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഇനി ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ കസ്റ്റേർഡ് ആപ്പിൾ ഇതേപോലെ തന്നെ കായോട് കൂടിയുള്ള പ്ലാന്റ്സ് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ചെറുപ്പത്തിലേക്ക് അയക്കുന്നു. അതുകൊണ്ട് കായോട് കൂടി തന്നെ ഉള്ള പ്ലാന്റ്സ് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒന്ന് രണ്ടും അല്ല, ഒരുപാട് പ്ലാന്റ്സ് അതിന് ശേഷം ഓർഡർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മൊത്തം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സാ. ഇവിടെ കണ്ടോ, ഒരു തുള്ളി മണ്ണ് പോലും കളയാതെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റ്സിനകത്തും കായ ഉണ്ട്. അതുകൊണ്ട് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാത്തിനകത്തും കൂടെ കായോട് കൂടി തന്നെയാണ് നമ്മൾ കസ്റ്റമറിന് പ്ലാൻസ് അയക്കുന്നത്. ഒന്നോ ഒരു കായോ അല്ലെന്നുണ്ടെങ്കിൽ 2 3 കായോട് കൂടി തന്നെ നമ്മൾ പ്ലാൻസ് അയക്കും. അതും ഇത്രയും വലിയ വലിപ്പമുള്ള നല്ല അടിപൊളി പ്ലാൻസ് ആണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത്. അപ്പൊ ഒരുപാട് കസ്റ്റമർ വീണ്ടും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊന്നും പഴയ കസ്റ്റമറിന് ഡൗട്ട് അല്ല, പുതിയ കസ്റ്റമറിന് ഡൗട്ടാ. പഴയ കസ്റ്റമർ നമ്മളെ പറ്റി എല്ലാം അറിയാം, പക്ഷേ പുതിയ കസ്റ്റമറിന് കുറെ ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത്രയും വലിയ പ്ലാന്റ് പാക്ക് ചെയ്ത് അയക്കുന്നത്? എന്നെക്കാൾ ഹൈറ്റ് ഉള്ള പ്ലാന്റ് കണ്ടോ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? നോക്കി, എന്നെക്കാൾ ഹൈറ്റ് ഉള്ള പ്ലാന്റ്സ് കൊണ്ടാണ്ടോ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ നമ്മൾ എത്ര വലിയ പ്ലാന്റ്സ് കസ്റ്റമർ ഓർഡർ തന്നാലും നമ്മൾ പാക്ക് ചെയ്ത് അയക്കും. അത് 3 ദിവസത്തിനുള്ളിൽ തന്നെ കസ്റ്റമറിന്റെ കൈ കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ടോ അത് കറക്റ്റ് നമ്മൾ 3 ദിവസത്തിനുള്ളിൽ തന്നെ കസ്റ്റമറിന്റെ കൈകളിൽ നമ്മൾ തീർച്ചയായിട്ടും എത്തിച്ചിരിക്കും. അതിന് എത്ര വലിയ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് നോക്കി, ഇതിന്റെ ഹൈറ്റും അതിന്റെ ഹൈറ്റും നോക്കി, എത്ര വലിയ പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാക്ക് ചെയ്ത് അയക്കും. അതുപോലെ തന്നെ ഇവിടെ വീണ്ടും നമ്മുടെ ഒരു അടിപൊളി സ്റ്റോക്ക് കൊണ്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് അടിപൊളി സ്റ്റോക്ക് വീണ്ടും വന്ന് ഇരിപ്പുണ്ട്. നല്ല അടിപൊളി സൂപ്പർ തയ്യാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത്, അതും കായോട് കൂടി തന്നെ. അപ്പൊ സീതപ്പഴത്തിന്റെ നല്ല അടിപൊളി പ്ലാന്റ് കൊണ്ടുണ്ട്. വീണ്ടും ഇഷ്ടംപോലെ സ്റ്റോക്ക് വന്ന് ഇരിപ്പുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ വേഗം മെസ്സേജ് അയച്ചാൽ മതി. കായോട് കൂടിയുള്ള പ്ലാന്റ്സ് വീണ്ടും നമ്മുടെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. DTDC, സ്പീഡ് പോസ്റ്റ്, അതുപോലെ തന്നെ KSRTC ബസ്. അന്ന് തന്നെ കസ്റ്റമറിന് വേണം. സാധാരണ നമ്മൾ 3 ദിവസത്തിനുള്ളിൽ കസ്റ്റമറിന്റെ കയ്യിൽ എത്തിക്കുന്ന പറഞ്ഞേ. ഇനി അന്ന് പ്ലാന്റ് വേണോ? അന്ന് തന്നെ അയച്ചേക്കാം നമ്മൾ പ്ലാന്റ്. കാരണം വെച്ചാൽ ഇന്ന് രാവിലെ അയക്കുകയെന്നുണ്ടെങ്കിൽ 3 മണിക്കുള്ളിൽ പ്ലാന്റ് കിട്ടുന്ന രീതിയിൽ കൊറിയർ സർവീസും കാര്യങ്ങളും നമുക്കുണ്ട്. അതിന് എത്ര വലിയ ലോങ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ അയക്കുന്ന പ്ലാന്റ്സ് ഉണ്ടെന്ന് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ കായോട് കൂടി തന്നെ നമ്മൾ കസ്റ്റമറിന് പ്ലാന്റ് അയച്ചിരിക്കും. അത് യാതൊരു മാറ്റവും. എത്ര വലിപ്പമുള്ള പ്ലാന്റ് ആണെന്നെങ്കിലും നമ്മൾ അയച്ചിരിക്കുന്നുണ്ട്. ഇത് മൊത്തം നല്ല അടിപൊളി വലിപ്പമുള്ള പ്ലാന്റ് പാക്ക് ചെയ്ത് വെച്ചിരിക്കാനുണ്ട്. ഒരു കുഴപ്പവും വരലുകൊണ്ടാണ്. നല്ല സൂപ്പർ പാക്കിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് വിശ്വാസത്തോടു കൂടി പ്ലാന്റ് എത്ര വാങ്ങിച്ചാലും നമ്മൾ അതേപോലെ നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് നമ്മൾ കൊറിയറും കാര്യങ്ങളും അയച്ചിരിക്കുക. അത് യാതൊരു മാറ്റമില്ല. അതുപോലെ തന്നെ നമ്മുടെ മൽബറിയുടെ നല്ല കിണ്ണം കാച്ചി നമ്മുടെ പ്ലാന്റ് കണ്ടോ, നല്ല സൂപ്പർ പ്ലാന്റ്. അപ്പൊ ഇത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരുന്നുണ്ടോ, നല്ല അടിപൊളി പ്ലാന്റ്സ് കണ്ടോ. ചെറുപ്പത്തിലേക്ക് അയക്കുന്ന മൽബറിയുടെ ഒരുപാട് കസ്റ്റമർ നമുക്ക് ഓർഡറും കാര്യങ്ങളും തന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നല്ല സൂപ്പർ ആയിട്ടാണ് നമ്മൾ കസ്റ്റമർ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവർ വീണ്ടും മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ റീസെല്ലിന്റെ കാര്യങ്ങൾ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് യൂട്യൂബിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് റീസെല്ലിന്റെ ഏതാണ്ട് 13ഓളം ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് റീസെല് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മമാര്, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ, സ്റ്റുഡൻസുകൾ, ഇവരെല്ലാം നമ്മുടെ റീസെല് ചെയ്യുന്നുണ്ട്. അവർക്ക് മാസം നല്ല രീതിയിൽ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാസ വരുമാനം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമർ നമ്മൾ നല്ല റേറ്റ് കാത്തിട്ട് റീസെല് ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരും നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നവരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ അവരും വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് പ്രാധാന്യം റീസെല് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ റീസെല് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഏതാണ്ട് 53 സെല്ലിംഗ് ഗ്രൂപ്പും ഏതാണ്ട് ഏഴോളം അല്ല, ഏതാണ്ട് ഇപ്പൊ തന്നെ നമുക്ക് ഏതാണ്ട് 14 15ഓളം റീസെല്ല് ഗ്രൂപ്പും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറയാം, നമുക്ക് ഏതാണ്ട് 53 54ഓളം സെല്ലിംഗ് ഗ്രൂപ്പും അതുപോലെ തന്നെ റീസെല്ലിംഗ് ഗ്രൂപ്പ് ഏതാണ്ട് 14ഓളം ഉണ്ട്. അപ്പൊ റീസെല് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരെ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് റീസെല്ലിന്റെ കാര്യം പറഞ്ഞാൽ മതി. അപ്പൊ ഇതുപോലെ തന്നെ നല്ല സൂപ്പർ ആയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നത്. അപ്പൊ താല്പര്യമുള്ളവർ വേഗം നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി.